കൊല്ലം തീരത്ത് ഇന്ധന പര്യവേക്ഷണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഓയിൽ ഇന്ത്യ സുരക്ഷാ പഠനം ആരംഭിച്ചു. ആഴക്കടലിൽ പര്യവേക്ഷണ കിണർ നിർമ്മിക്കാവുന്ന സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തൽ, പര്യവേക്ഷണം നടക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളും ഇവ മറികടക്കാൻ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ചാണ് പഠനം. ആഴക്കടലിൽ 850 മീറ്റർ വരെ കടലിന്റെ അടിത്തട്ടിലേക്ക് സീസ്മിക് കിരണങ്ങൾ കടത്തിവിട്ടാകും സുരക്ഷാ പഠനം നടക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ കടലിന്റെ അടിത്തട്ടിന്റെ രൂപരേഖ തയ്യാറാക്കിയ ശേഷമാകും കിണർ നിർമ്മിക്കുക. നിലവിൽ ഓയിൽ ഇന്ത്യക്ക് പര്യവേഷണത്തിന് അനുവദിച്ചിട്ടുള്ള ബ്ലോക്കുകളിൽ 3.5 കിലോമീറ്റർ ചുറ്റളവിൽ പരിശോധന നടത്തും. അത്യാധുനിക സൗകര്യങ്ങളുള്ള കപ്പലുകളിൽ ജിയോഫിസിസ്റ്റ്, സർവേയർ, നാവിഗേറ്റർ ടെക്നീഷ്യൻ തുടങ്ങിയവരടങ്ങുന്ന വിദഗ്ധ സംഘമാണ് പഠനം നടത്തുന്നത്. കൊല്ലം തീരത്തിന് പുറമെ ഉടൻ പര്യവേക്ഷണം ആരംഭിക്കുന്ന ആൻഡമാൻ, ആന്ധ്ര എന്നിവിടങ്ങളിലും പഠനം നടക്കും. കടലിന്റെ അടിത്തട്ടിലെ മടക്കുകൾ, ചെരിവുകൾ, വിള്ളലുകൾ, അടിത്തട്ടിലെ മണ്ണിന്റെ സ്വഭാവം, മറ്റേതെങ്കിലും അപകട സാധ്യത എന്നിവയിലാണ് പഠനം നടക്കുന്നത്. 2 പര്യവേക്ഷണ കിണറുകൾ സ്ഥാപിച്ചാകും കൊല്ലം തീരത്ത് ഇന്ധന പര്യവേക്ഷണം നടത്തുക. ദ്രാവകത്തിന് പുറമെ വാതകങ്ങളുടെ സാന്നിധ്യവും പ്രതീക്ഷിക്കുന്നുണ്ട്. കൊല്ലം തീരം, ആൻഡമാൻ, ആന്ധ്ര എന്നിവിടങ്ങളിൽ ഇന്ധന പര്യവേക്ഷണത്തിന്റെ കരാർ ഏറ്റെടുത്ത UK ആസ്ഥാനമായ ഡോൾഫിൻ ഡ്രില്ലിംഗിന്റെ കൂറ്റൻ റിഗായ ബ്ലാക്ക്ഫോർഡ് ഡോൾഫിൻ ഒക്ടോബറിൽ ആൻഡമാനിൽ എത്തിയിരുന്നു. ഓയിൽ ഇന്ത്യയുമായുള്ള കരാറിന്റെ തുടർ നടപടികളും എമിഗ്രേഷൻ, കസ്റ്റംസ് ക്ലിയറൻസ് നടപടികളും പൂർത്തിയാക്കി. തീരം കേന്ദ്രീകരിച്ച് പര്യവേക്ഷണത്തിന് ആവശ്യമുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയാണ്. സുരക്ഷാ പഠനം പൂർത്തിയാകുന്നതോടെ ആൻഡമാനിൽ പര്യവേക്ഷണം ആരംഭിക്കും. അവിടെ പൂർത്തിയാകുന്നതിന് പിന്നാലെ കൊല്ലം തീരത്ത് പര്യവേക്ഷണം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്ധന വാതക സാധ്യതകൾ പ്രതീക്ഷിച്ചാണ് പര്യവേക്ഷണം തുടങ്ങുന്നത്. UK ആസ്ഥാനമായ കമ്പനിയുമായി 1287 കോടിയുടെ കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത്. കൊല്ലത്തിന് പുറമെ ആന്ധ്രയിലെ അമലാപുരം, കേരള കൊങ്കൺ മേഖല എന്നിവിടങ്ങളിലാണ് പര്യവേക്ഷണം നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ സമുദ്രമേഖലയിലെ കടത്തട്ട് തുറക്കൽ അഥവാ ഡ്രില്ലിംഗ് നടക്കും. രാജ്യാന്തര കപ്പൽശാലിന് പുറത്താണ് പര്യവേക്ഷണം. അസംസ്കൃത എണ്ണ അഥവാ ക്രൂഡ് ഓയിലിന്റെ ഒഴുക്ക് കണ്ടെത്തുകയാണ് ലക്ഷ്യം. പെട്രോളിയം മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പര്യവേക്ഷണം. ലാഭകരമാണെങ്കിലേ പര്യവേക്ഷണം തുടരുകയുള്ളൂ. നേരത്തെ കൊച്ചിയിൽ ONGCയുടെ നേതൃത്വത്തിൽ പര്യവേക്ഷണം നടത്തിയെങ്കിലും ലാഭകരമല്ലെന്ന് കണ്ട് ഉപേക്ഷിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.